കാരുണ്യവാനും സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന ഈ നല്ല വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ പരിപാലകനായി ഞങ്ങളുടെ കൂടെയുണ്ട്, വലതുഭാഗത്ത് ഞങ്ങൾക്ക് തണലായി കൂടെയുണ്ട്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോകാറുണ്ട്. എന്നാൽ അവിടുന്ന് ഞങ്ങൾക്ക് തണലായി കൂടിയിരുന്ന് ഇന്നുവരെയും നടത്തിയതുകൊണ്ട് ഞങ്ങൾ കരിഞ്ഞു പോയില്ല. സർവശക്തനായ ദൈവമേ, ഇന്നും ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അങ്ങേക്ക് എത്ര സ്തുതി സമർപ്പിച്ചാലും മതിയാവില്ല. വിനയപൂർവ്വം ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരുന്നു. തുടർന്നും ഞങ്ങളെ അങ്ങയുടെ തണലിൻ കീഴിൽ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടിയിരിക്കണം. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അനുഗ്രഹിക്കണം. വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്കായി ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ നല്ല ജോലി നൽകി നിൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമായി വിവാഹം നടക്കാതെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവാഹം നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. തക്ക തുണി അവിടുന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ അവിടുന്ന് സഹായിക്കണം. വിവാഹം കഴിഞ്ഞ മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം തുറന്ന് നിൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനം പണി പൂർത്തിയാകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗം സന്തോഷിപ്പാൻ ഇടയാക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ, കൃപ കൊണ്ട് പൊതിയണമേ. നിൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹൃദയപൂർവ്വം ഹൃദയവേദനയോടുകൂടെ നിൻ്റെ സന്നിധി നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പിതൃത്വ പരിശുദ്ധാത്മാവൻ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.